PMC കരാറിൽ നിന്നും പിന്മാറാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. അതിനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമാണെന്നും N. ഷംസുദ്ദീൻ. ഒപ്പിടാൻ ഇടതു സർക്കാർ നിർബന്ധിതമായെന്നും മന്ത്രി. മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതിയിൽ ലീഗ് മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT റിപ്പോർട്ട് കോടതിയിൽ. അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിച്ചു. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ വൈകിട്ടോടെ ഇടക്കാല ഉത്തരവ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് UDF സർക്കാരിന്റെയും ക്ലീൻ ചിറ്റ്. ക്രമവിരുദ്ധമായ പദ്ധതികൾ ഊരാളുങ്കലിന് നൽകിയിട്ടില്ലെന്ന് പൊതുമരാമത്ത് മന്ത്രി. ഗുണനിലവാരം കർശനമായി പാലിക്കുന്ന കമ്പനിയെന്നും ഊരാളുങ്കലിന് പ്രശംസ. വിമർശിച്ചവർക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടെന്ന് മുൻ മന്ത്രി VN വാസവൻ. LDF പിന്തുണയില്ലെങ്കിലും അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ടു പോകാൻ UDF. പ്രമേയം അവതരിപ്പിക്കാൻ ആവശ്യമുള്ളത് 34 അംഗങ്ങളുടെ പിന്തുണ. ഇനി LDFനെ സമീപിക്കില്ലെന്ന് UDF. അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കൗൺസിലർമാർ. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് ജീവനക്കാർ കൊള്ള ചെയ്തത് 7.75 കോടി രൂപ. 8 ജീവനക്കാരുടെ ആസ്തിയിൽ 100 ഇരട്ടി വർധന. ആഡംബര ഹോട്ടലുകളും ഭൂമിയും വാങ്ങിക്കൂട്ടി പ്രതികൾ. കൊള്ള നേരത്തെ തന്നെ തീർത്ഥകേന്ദ്ര ട്രസ്റ്റ് അറിഞ്ഞിരുന്നതായും വിവരം. ചമ്പത് റായിയെ ചോദ്യം ചെയ്ത് SIT. പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലിക ശമനമെന്ന് വിവരം. നാളെ ദോഹയിൽ തുടർ ചർച്ച. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ചർച്ചയ്ക്ക്. പശ്ചിമേഷ്യയിലെ 8 US താവളങ്ങൾ തകർത്തതായി ഇറാൻ. യുദ്ധക്കുറ്റങ്ങൾക്ക് അമേരിക്കൻ ഇസ്രയേൽ നേതാക്കളെ വിചാരണ ചെയ്യണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി. തർക്കം തുടരുന്നത് ഹോർമുസിന്റെ പേരിൽ. സമാന്തര പാത തുറക്കാൻ അമേരിക്ക. പൂർണ്ണ നിയന്ത്രണമെന്ന് ഇറാൻ. പ്രതീക്ഷ നഷ്ടപ്പെട്ട് വെനസ്വേല. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിൽ കിടക്കുന്നവരെ കണ്ടെത്താൻ അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തകരുടെ സഹായത്തോടെ തീവ്ര ശ്രമം. മരണം 2000 അടുക്കുന്നു. കറാച്ചി സ്ഫോടനത്തിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം ശക്തമാക്കി പാകിസ്ഥാൻ. ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ 29 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റേത് ഭീരുത്വമെന്ന് താലിബാൻ. ഈ വർഷം തന്നെ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. വധശിക്ഷാവിധി രാഷ്ട്രീയ പ്രേരിതമെന്നും ഹസീന. അവാമി ലീഗ് അധ്യക്ഷയുടെ പ്രതികരണം അഭിമുഖത്തിൽ. ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ച പ്രസ്താവന. വള്ളംകളി സീസണ് തുടക്കമായി. പമ്പയാറിൽ ചമ്പക്കുളം മൂലം വള്ളംകളി അല്പസമയത്തിനകം. 7 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 14 കളിവള്ളങ്ങൾ പങ്കെടുക്കും. വള്ളംകളിക്ക് പ്രാദേശിക അവധി നൽകാത്തതിൽ അതൃപ്തിയുമായി കുട്ടനാട് MLA. ലോകകപ്പിൽ ബ്രസീലിൽ നിന്ന് അഗ്നി പരീക്ഷ. നോക്കൌട്ടിലെ എതിരാളികൾ ജപ്പാൻ. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് കാനഡ ആദ്യമായി പ്രീ ക്വാർട്ടർ. വിശദമായി. PMCയിൽ ഒപ്പിടാൻ ഇടതു സർക്കാർ നിർബന്ധിതമായതെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പദ്ധതിയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്ര ഫണ്ടുകൾ അന്യായമായി തടഞ്ഞുവെച്ചു. ഈ ഫണ്ടുകൾ പ്രതീക്ഷിച്ച് തന്നെയാണ് കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായതെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ കരാറിൽ നിന്നും പിന്മാറാൻ ഇപ്പോൾ കഴിയില്ല. അതിനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമാണെന്നും N. ഷംസുദ്ദീൻ വ്യക്തമാക്കി. ഈ കരാറ് കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ട കരാറിന്റെ സവിശേഷത എന്ന് പറയുന്നത് അതിൽ സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. യൂണിലേറ്ററലാണ്. പിന്മാറാനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രം നിക്ഷിപ്തമായി കൊടുത്തിരിക്കുകയാണ്. പിന്നെ അന്യായമായി ഇത് ഒപ്പിടാത്തതിന്റെ പേരിൽ മറ്റ് കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ. കഴിഞ്ഞ സർക്കാർ ഒപ്പിടാൻ നിർബന്ധിതമായത് ആ ഫണ്ട്
പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. PMC കരാറുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയവാദമാണ് സംസ്ഥാനത്തുള്ളത്. കഴിഞ്ഞ സർക്കാർ രാഷ്ട്രീയ തീരുമാനമെടുത്ത് അതിൽ ഒപ്പിടുകയായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ അങ്ങനെയല്ല. SSK ഫണ്ട് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കണമെങ്കിൽ അന്ന് കരാറിൽ ഒപ്പിട്ടേ മതിയാകൂ എന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒപ്പിട്ടത്. പിന്നീട് രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് പിന്മാറാൻ അല്ലെങ്കിൽ അത് മരവിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്രത്തെ അറിയിച്ചു എന്നാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം, മുൻ ഭരണപക്ഷം പ്രധാനമായും വാദിക്കുന്നത്. ആ ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇന്ന് ലീഗിന്റെ നേതാവ് കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ സഭയിൽ നടത്തിയത്. PMC കരാർ ഒപ്പിട്ടാൽ 152 ബ്ലോക്കുകളിൽ 34 സ്കൂളുകൾക്ക് ഓരോ കോടി രൂപ വീതം 3 വർഷം ലഭിക്കുമായിരുന്നു. അങ്ങനെ ഏതാണ്ട് 900-ൽ പരം രൂപ, 1000 കോടിയിൽ താഴെ തുക ആ രീതിയിൽ സർക്കാരിന് ലഭിക്കേണ്ടതായിരുന്നു. അതിനു പുറമെ കേന്ദ്ര ഫണ്ട്, മറ്റു ഫണ്ടുകളും അന്യായമായി തടഞ്ഞു വെച്ചു. നിരവധി കേന്ദ്ര ഫണ്ടുകൾ തടഞ്ഞു വെച്ചു. SSK ഫണ്ടിൽ നിന്ന് പണം ലഭിക്കേണ്ടതായിരുന്നു. ഇതെല്ലാം ഉൾപ്പെടുത്തി 2000 കോടിയോളം രൂപ ഈ കരാറിൽ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നഷ്ടമാകുമായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ ഫണ്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അന്നത്തെ സർക്കാർ ഈ കരാർ ഒപ്പിടാൻ നിർബന്ധിതമായി എന്നാണ് ഇന്ന് ഷംസുദ്ദീൻ വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, ഈ കരാറുമായി ബന്ധപ്പെട്ട മറ്റ് കൂടിയാലോചനകളിലേക്ക് കഴിഞ്ഞ സർക്കാർ കടന്നിട്ടില്ലെന്നും ഷംസുദ്ദീൻ ന്യായീകരിച്ചു. അതായത് എന്താണോ ഈ വിഷയത്തിൽ LDF ഇടതുമുന്നണിയും അതുപോലെ തന്നെ മുൻ സർക്കാരും പറയുന്നത് അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഷംസുദ്ദീന്റെ ഭാഗത്തുനിന്നുണ്ടായ. നിയമസഭയിലടക്കം വലിയ ആരോപണമാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം മന്ത്രിസഭയെ അറിയിക്കാതെ, LDFനെ അറിയിക്കാതെ രാത്രിയുടെ മറവിൽ പോയി കരാറിൽ ഒപ്പിട്ടു എന്ന ആരോപണമാണ് രാഷ്ട്രീയമായി UDF LDFിനെതിരെ ഉന്നയിക്കുന്നത്. അവിടെ LDFന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ തന്നെ നടത്തിയത്. PMC പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കരിക്കുലത്തിൽ ഇടപെടില്ലെന്ന് V മുരളീധരൻ MLA. NCERT ആണ് കരിക്കുലം തയ്യാറാക്കുന്നത്. കരിക്കുലത്തിൽ മാറ്റം വരുത്താനുള്ള പദ്ധതിയല്ല PMC. സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം വെച്ച് കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിക്കരുത്. തമിഴ്നാടും കർണാടകയും ഒഴികെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പദ്ധതി നടപ്പിലാക്കിയെന്നും മുരളീധരൻ പറഞ്ഞു. ഈ PMC പദ്ധതിയിൽ ഒരു തരത്തിലുള്ള കരിക്കുലത്തിൽ മാറ്റം വരുത്താനുള്ള പദ്ധതിയല്ല. എന്താ പറയുന്നത്? ഇംപ്രൂവിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, സ്മാർട്ട് ക്ലാസ് റൂംസ്, ലബോറട്ടറീസ് ആൻഡ് ലൈബ്രറീസ്. അവിടെ എവിടെയാ ഈ കരിക്കുലത്തിന്റെ കാര്യം? ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഗ്രീൻ സ്കൂൾസ്, സ്കൂൾസ് ആസ് മെന്റേഴ്സ് ഓഫ് നെയ്ബറിംഗ് സ്കൂൾസ്. ഇതിലെവിടെയാ ഈ കരിക്കുലം? കരിക്കുലം ഒന്നും കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വിഭാവനം ചെയ്തിട്ടേ ഇല്ല. കരിക്കുലം എല്ലാ കാലത്തും NCERTയുടെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, ആ കരിക്കുലം ഫ്രെയിംവർക്ക് PMC ഉണ്ടായാലും ഇല്ലെങ്കിലും അതിന് NCERTക്ക് ഒരു റോളുണ്ട്, സംസ്ഥാനത്തെ SCERTക്ക് റോളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കരിക്കുലം ഉണ്ടാകുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഈ കേരളത്തിലെ ഈ ചർച്ചകള് സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക്, രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കരുത് എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ച ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് UDF സർക്കാരിന്റെ ക്ലീൻ ചിറ്റ്. ക്രമവിരുദ്ധമായ പദ്ധതികൾ ഊരാളുങ്കലിന് നൽകിയിട്ടില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ വ്യക്തമാക്കി. ഊരാളുങ്കൽ ഗുണനിലവാരം കർശനമായി പാലിക്കുന്ന കമ്പനിയാണ്. പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. PWD മാനുവൽ, SBD കണ്ടീഷൻ എന്നിവ അനുസരിച്ചാണ് ഇവ നടപ്പിലാക്കുന്നത്. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതായി ക്വാളിറ്റി കൺട്രോൾ മാനുവൽ അവലംബിച്ചു വരുന്നു. ഗുണനിലവാര പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാർക്ക് ബിൽ തുക നൽകുന്നത്. പ്രവൃത്തികളുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുന്നതാണ്. ഈ പ്രസ്താവന പ്രതിപക്ഷം ആയുധമാക്കുകയാണ്. ഊരാളുങ്കൽ സൊസൈറ്റിയെ മുമ്പ് വിമർശിച്ചിരുന്നവർ ഇപ്പോൾ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്ന് മുൻമന്ത്രി VN വാസവൻ പറയുന്നു. ലോകോത്തര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റി സഹകരണ മേഖലയുടെ അഭിമാനമാണ്. ഏറ്റെടുത്തിട്ടുള്ള പ്രവൃത്തികളെല്ലാം ഭംഗിയായി ചെയ്തിട്ടുള്ള ചരിത്രമാണ് ഊരാളുങ്കലുടേത്. പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ് ലഭിച്ച ലാഭം സർക്കാരിലേക്ക് തിരിച്ചടച്ചിട്ടുള്ള സ്ഥാപനം കൂടിയാണ് ഊരാളുങ്കലെന്നും VN വാസവൻ പറഞ്ഞു. വിമർശനം ഉയർത്തിയവർക്ക് തന്നെ യാഥാർത്ഥ്യബോധത്തോടെ ആ പ്രശ്നത്തെ സമീപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിയുടെ മറുപടിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ലോകോത്തര നിലവാരമുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്തുകൊണ്ട് നിരവധി പുരസ്കാരങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഏറ്റുവാങ്ങിയിട്ടുള്ള കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ അഭിമാനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. അവർക്ക് ഏതാണ്ട് 5000-ൽ പരം കോടി രൂപയുടെ ഓൺഗോയിങ് പ്രോജക്റ്റ് തന്നെ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
അതോടൊപ്പം തന്നെ 11,000-ൽ പരം സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട്, 2,500-ഓളം എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇങ്ങനെ എല്ലാ നിലയിലും പരിശോധിച്ചാൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ലോകത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും നല്ല സഹകരണ സംഘങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് വേൾഡ് കോഓപ്പറേറ്റീവ് മോണിറ്റർ അവരെ തിരഞ്ഞെടുത്തിരുന്നത്. അത് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തുണ്ടായിരുന്ന പലർക്കും അത് ബോധ്യപ്പെടാതെയും പരിഹാസത്തോടു കൂടി അതിനെ കാണുകയും ചെയ്തിരുന്നു. സ്ത്രീ സുരക്ഷാ പദ്ധതി തുടരുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നു. ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയിൽ പരാതിയുണ്ട്. പരിശോധിച്ച ശേഷം മാത്രമേ കുടിശ്ശിക നൽകുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീ സുരക്ഷാ പദ്ധതി സർക്കാർ അട്ടിമറിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിച്ച ഒരു പരിപാടിയാണ് സർ, ഒരു തയ്യാറെടുപ്പും കൂടാതെ നടത്തിയ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തിയതിൽ ഫീൽഡ് ലെവൽ പരിശോധന നടന്നിട്ടില്ല എന്നുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് ആദ്യം പറഞ്ഞത് 31.34 ലക്ഷം പേരെയാണ്. പിന്നീട് അത് 16.4 ലക്ഷമായി നിജപ്പെടുത്തി. സർ, ഈ പദ്ധതി കൃത്യമായി പരിശോധിക്കാതെ ഇതിന്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത രീതിയെക്കുറിച്ചുള്ള വ്യാപകമായ പരാതികൾ ഉൾപ്പെടെ ഉണ്ട്. അത് പരിശോധിക്കാതെ ഈ പദ്ധതി തുടരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഞാനത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ തുടരണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഈ ബജറ്റിൽ 1,770 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഞങ്ങളിത് ഒരു ഗവൺമെന്റ് കൊണ്ടുവന്ന പരിപാടിയാണ്, ഇത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ പരിശോധിക്കും ഇതെങ്ങനെയാണ് ഈ പരിപാടി, എങ്ങനെയാണ് ഇതിന്റെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തത്. മുഖ്യമന്ത്രിയുടേത് നിഷേധാത്മക സമീപനമെന്നും സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഈ പദ്ധതിയോട് ഇത്തരത്തിലൊരു വിമുഖത മുഖ്യമന്ത്രി കാണിക്കുന്നത് ശരിയല്ല, ഗവൺമെൻറ് കാണിക്കുന്നത് ശരിയല്ല. എന്തിനാണ് പാവപ്പെട്ട സ്ത്രീകളോട് അനാവശ്യമായ വീറും വാശിയും കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഞാനിപ്പോഴും അല്ലെങ്കിൽ ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുകയാണ് ഗവൺമെൻറ് ഈ മനോഭാവം മാറ്റുമെന്ന്. ആ മാറ്റുമെന്ന പ്രതീക്ഷയോടെ മറ്റ് കൂടുതൽ നടപടികളിലേക്ക് കടക്കാതെ ഈ സമീപനത്തോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. LDF പിന്തുണയില്ലെങ്കിലും അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ടു പോകാൻ UDF. തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDFിന്റെ പുതിയ തീരുമാനം അതാണ്. പ്രമേയം അവതരിപ്പിക്കാൻ ആവശ്യമുള്ളത് 34 അംഗങ്ങളുടെ പിന്തുണയാണ്. പിന്തുണ തേടി LDFിനെ ഇനി സമീപിക്കില്ലെന്നും അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും UDF കൺവീനർമാർ വ്യക്തമാക്കി. 2:30-നാണ് കൗൺസിൽ യോഗം ഇന്ന് ചേരുക. പ്രമേയത്തിൽ ഒപ്പിട്ടില്ലെങ്കിലും വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തും വരെ എങ്കിലും LDF ഒപ്പം നിൽക്കാമായിരുന്നുവെന്ന് KS ശബരിനാഥൻ പറഞ്ഞു. പ്രമേയം നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. കാരണം നമുക്ക് 20 ആൾക്കാരാണുള്ളത്. LDFിന് ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് അവിശ്വാസ പ്രമേയത്തിൻ്റെ ആദ്യത്തെ ഘട്ടം ഒരു ചർച്ചയാണ്. ആ ചർച്ചയ്ക്ക് LDFിന് UDFിന് കൈകോർക്കാമല്ലോ. 4 മണിക്കൂർ സഭയ്ക്കകത്ത് നിന്ന് കൗൺസിലിൽ ഇരുന്നു കൊണ്ട് ഈ കോർപ്പറേഷൻ്റെ ഭരണസ്തംഭനത്തിനെതിരെ ശക്തമായിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ. പക്ഷെ അതിന് പോലും LDF കൈകോർക്കാത്തത് അവരും BJP തമ്മിലുള്ള ഒരു ബാന്ധവം കാരണമാണ്. അവിശ്വാസ പ്രമേയ ചർച്ച കഴിഞ്ഞിട്ട് ഒരുപക്ഷെ LDFിന് വേണമെങ്കിൽ മാറ്റി വോട്ട് ചെയ്യാതിരിക്കാം. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? നമ്മൾ പറയുന്നത് ഈ വികസന വിഷയങ്ങൾ, നരേന്ദ്രമോദി ഒന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും തകർന്നിരിക്കുന്ന ഈ നഗരത്തിൻ്റെ വികസനം വളരെ സീരിയസ് ആയിട്ട് UDF കാണുകയാണ്. അത് നമ്മൾ ശക്തമായിട്ട് പറഞ്ഞു. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഒരു പുതിയ നീക്കമാണ് UDF ലക്ഷ്യമിടുന്നത്. സാങ്കേതികമായി നിരവധി തടസ്സങ്ങളുണ്ട്, പക്ഷേ രാഷ്ട്രീയമായി തങ്ങളുടെ വാദം സഭയിൽ കൗൺസിൽ ഉന്നയിക്കുക എന്നതാണ് നീക്കം. എന്താണ് കോർപ്പറേഷനിലെ UDFിൻ്റെ നീക്കം? ഇടതുമുന്നണി ഇതിനെ എങ്ങനെ കാണുന്നു? അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകണമെങ്കിൽ 34 പേരുടെ പിന്തുണ ഉറപ്പാക്കേണ്ടതുണ്ട്. പക്ഷേ അത്രയും പേരുടെ പിന്തുണ UDFിന് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. 20 UDF അംഗങ്ങളുടെ പിന്തുണ മാത്രമാണുള്ളത്. അങ്ങനെയെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അത് അതിൻ്റെ നിയമസാധുത ഇല്ലാത്തതിനാൽ അല്ലെങ്കിൽ മുനിസിപ്പൽ ആക്ട് പ്രകാരം ആ നോട്ടീസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കൗൺസിൽ യോഗം ചേരുന്നതിന് മുന്നോടിയായി UDFിൻ്റെ നേതൃത്വത്തിൽ നഗരസഭാ കവാടത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിക്കൊണ്ട് UDF നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് LDFിന് സാങ്കേതികമായെങ്കിലും ഒരു പിന്തുണ നൽകാമായിരുന്നു. ആ പിന്തുണ നൽകാൻ തയ്യാറാകാതിരിക്കുന്നത് ഗുരുതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരം ഇല്ലാതാക്കുന്ന ഒരു സമീപനത്തിലേക്കാണ്, സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്ന നിലപാടാണ് ഇപ്പോൾ ശബരിനാഥൻ ഉൾപ്പെടെയുള്ള UDF കൗൺസിലർമാർ വ്യക്തമാക്കുന്നത്.
അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തൊക്കെ 2:30 തന്നെ കൗൺസിൽ യോഗം ചേരും. നാടകീയമായ ചില സംഭവങ്ങൾ കൗൺസിൽ യോഗത്തിലുണ്ടാകും. കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങളിൽ പരിക്കേറ്റ കൗൺസിലർമാർ ആംബുലൻസിൽ അവരെ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം അത്രയും നാടകീയമായ സംഭവങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസത്തെ സംഘർഷങ്ങൾ നഗരസഭയെ എത്തിച്ചിരുന്നു. 40 ദിവസത്തിന് ശേഷമാണ് കൗൺസിൽ യോഗം ചേരുന്നത്. കൗൺസിൽ യോഗത്തിൽ BJP അംഗമായ സുഗതന് പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ നിന്നുകൂടി വിട്ടിരിക്കുന്നതോടെ തുടർച്ചയായി 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാത്ത സ്ഥിതിയാകും സുഗതന്. ഇനി ഒരു കൗൺസിൽ യോഗത്തിലൂടെ പങ്കെടുത്തില്ലെങ്കിൽ സ്വാഭാവികമായി സുഗതൻ അയോഗ്യനാകും. അതല്ല എങ്കിൽ അതിനു മുമ്പ് ഇവിടെ എത്തി പുനഃസത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട തിടുക്കത്തിലുള്ള നീക്കങ്ങൾ BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നീക്കങ്ങൾക്കിടയിലാണ് BJPയെ വലിയ തരത്തിൽ വെട്ടിലാക്കുന്ന തരത്തിൽ UDFും LDFിന്റെ പിന്തുണയോടെ ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ ശ്രമിച്ചത്. പക്ഷേ അതിന്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവസാന നിമിഷം LDF ആ നീക്കത്തിൽ നിന്ന് പിന്മാറുന്നൊരു നയം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും 1 മണിക്കൂറിനകം അറിയാം എന്താണ് തിരുവനന്തപുരം നഗരസഭയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അസാധാരണമായ നീക്കങ്ങൾക്ക് വഴിവെക്കുമോ എന്താണ് ഇടതുമുന്നണിയുടെ നിലപാട് കണ്ടറിയണം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അന്വേഷണ പുരോഗതി ഹൈക്കോടതി അറിയിച്ച SIT അന്വേഷണ ഉദ്യോഗസ്ഥൻ S. ശശിധരൻ നേരിട്ട് ഹാജരായിട്ടാണ് കേസ് അന്വേഷണ പുരോഗതി അറിയിച്ചത്. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ വൈകിട്ടോടെ ഇടക്കാല ഉത്തരവ് ഉണ്ടാകും. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. ജഡ്ജി അവധിയായതിനാലാണ് കേസ് മാറ്റിവെച്ചത്. പീഡനക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോദ് വത്സന് ജാമ്യമില്ല. ദളിത് യുവതിക്ക് ജോലി വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതാണ് കേസ്. ഹൈക്കോടതിയാണ് പ്രശോഭിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ചിത്തരേഷ് നടേശന്റെയും ഷിനു ചൊവ്വയുടെയും SI നിയമനത്തിൽ ഇരുവരുടെയും നിയമന രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. സീൽ ചെയ്ത കവറിൽ രേഖകൾ ഹാജരാക്കാനാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വെള്ളിയാഴ്ചയ്ക്കകം ഹാജരാക്കണമെന്നാണ് അറിയിപ്പ്. രേഖകൾ തിരുത്താൻ സാധ്യതയുണ്ടെന്ന ആക്ഷേപത്തിലാണ് ഈ നടപടി ഉണ്ടാവുന്നത്. ഇരുവരുടെയും നിയമനത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയിലുണ്ടായ വൻ കുറവും ആഭ്യന്തര ഉൽപ്പാദനത്തിലെ പ്രതിസന്ധിയുമാണ് രാത്രികാല വൈദ്യുതി നിയന്ത്രണത്തിന് കാരണമാകുന്നതെന്ന് KSEB. പ്രതിദിനം ഏകദേശം 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് KSEB നിലവിൽ നേരിടുന്നത്. വേനൽക്കാലത്തെ കടുത്ത ക്ഷാമം പരിഹരിക്കാനായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും സ്വാപ്പ് കരാർ പ്രകാരം കേരളം വൈദ്യുതി വാങ്ങിയിരുന്നു. ഈ കരാർ അനുസരിച്ച് ജൂൺ 15 മുതൽ 400 മുതൽ 600 മെഗാവാട്ട് വൈദ്യുതി വരെ തിരികെ നൽകി തുടങ്ങേണ്ടി വന്നതാണ് നിലവിലെ പ്രതിസന്ധി ഇരട്ടിയാക്കിയത്. മൺസൂൺ മഴയിലുണ്ടായ കുറവും ഡാമുകളിലെ ജലക്ഷാമവും തുടർന്നാൽ വൈകിട്ട് 6 മണിക്കും 12 മണിക്കും ഇടയിൽ അരമണിക്കൂർ വരെ വൈദ്യുതി നിയന്ത്രണം തുടരാനാണ് KSEBയുടെ തീരുമാനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. എല്ലാ ജില്ലകളിലും കനത്ത മഴ മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലം നീണ്ടകര കായലിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കേന്ദ്രീയ വിദ്യാലയത്തിലെ 7ാം ക്ലാസ്സുകാരൻ മിലൻ ബിജുവാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4 അംഗ സംഘം കുളിക്കാനിറങ്ങിയത് മിലൻ കായലിൽ ഡ്രഡ്ജിംഗ് നടക്കുന്ന ഭാഗത്ത് അപകടത്തിൽപ്പെടുകയായിരുന്നു. രാത്രി 8 മണിയോടെയാണ് ഫയർഫോഴ്സിന് വിവരം ലഭിക്കുന്നത്. സ്കൂബ സംഘം അടക്കം അരമണിക്കൂർ നടത്തിയ തിരച്ചിലാണ് ചെളിയിൽ അകപ്പെട്ട നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത്. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട മലപ്പുറം കീശ്ശേരി സ്വദേശി ഷിബിലിയുടെ മൃതദേഹം കണ്ടെത്തി. പത്രക്കയത്തിന് മുൾഭാഗമായ കാലമ്പാറ തൂക്കുപാലത്തിന് സമീപത്ത് വെച്ചാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത്. സംഭവം നടന്നതിന് താഴെയുള്ള ഡാമിനടുത്ത് നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. മക്കളെ ആളെ നമ്മൾ
മുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. മലപ്പുറം പരപ്പനങ്ങാടിയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടവരെ സുരക്ഷിതരായി തീരത്തെത്തിച്ചു. ഇന്ന് രാവിലെയായിരുന്നു പരപ്പനങ്ങാടി ഹാർബറിന് സമീപം കടലിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത്. ശക്തമായ തിരമാലകളിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന തൊഴിലാളികളെ ഏറെ സമയമെടുത്താണ് സുരക്ഷിതരാക്കി തീരത്തേക്ക് എത്തിച്ചത്. സമീപത്തുണ്ടായിരുന്ന മറ്റ് മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഉടനടി സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ ഏറെ സാഹസികമായിട്ടായിരുന്നു അപകടത്തിൽപ്പെട്ട 25 പേരെ രക്ഷപ്പെടുത്തിയത്. റോഡരികിലെ നടപ്പാതകൾ കാൽനട യാത്രികർക്ക് ഭയമേതുമില്ലാതെ നടന്നുപോകാൻ നിർമ്മിച്ചതാണ്. സുരക്ഷിതമായിരിക്കണം, അതുകൊണ്ട് തന്നെ അവ. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന പരിശോധനയാണ് നടത്തുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ നിർണായകമായ ഇടപെടലുകളാണ് നടത്തിയത്. കേരളത്തിലെ നഗരങ്ങളിലെ അവസ്ഥ പരിശോധിക്കുകയാണ് ന്യൂസ് 18 പ്രത്യേക ക്യാമ്പയിൻ വഴി നടക്കട്ടെ. ഫുട്പാത്തുകളെ ഫുഡ് സ്ട്രീറ്റുകളാക്കി മാറ്റി കാൽനട യാത്രക്കാരെ തിരക്കേറിയ റോഡുകളിലേക്ക് തള്ളിയിടുന്ന പ്രാകൃത കാഴ്ച കാണണമെങ്കിൽ തലസ്ഥാനത്ത് വരണം. നഗരത്തിൽ പലയിടത്തും നടപ്പാതകൾ കാൽനട യാത്രക്കാർക്ക് അന്യമായി കഴിഞ്ഞു. ഹോട്ടലുകളുടെ മാതൃകയിലുള്ള സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ നടപ്പാതകൾ കീഴടക്കുകയാണ്. എല്ലാ നിയമലംഘനങ്ങൾക്കും വിളക്കു പിടിച്ച് പോലീസും ഭരണക്കാരും. ന്യൂസ് 18 ക്യാമ്പയിൻ. തിരുവനന്തപുരത്ത് MC റോഡിൽ കേശവദാസപുരം കഴിഞ്ഞാൽ MG കോളേജിന്റെ ആദ്യ ഗേറ്റിന് മുന്നിലെ ഫുട്പാത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഫുട്പാത്ത് മുന്നോട്ട് പോകുന്തോറും ഫുഡ് സ്ട്രീറ്റായി മാറും. തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് സ്ട്രീറ്റ്. ഒരു തട്ടുകടയിൽ നിന്ന് തുടക്കം, പിന്നെ വളരെ വേഗം ഫുഡ് സ്ട്രീറ്റായി ഇവിടം മാറി. വഴിയോര കടകളാണെങ്കിലും ഹോട്ടലുകളെ പോലെ കസേരയും മേശയും ഇട്ട് ഡൈനിങ് സംവിധാനം, അതും നടപ്പാതയിൽ. നടന്നു പോകേണ്ടവർ തിരക്ക് പിടിച്ച റോഡിലൂടെ ഇറങ്ങി നടക്കണം. ജീവൻ തിരിച്ചു കിട്ടിയാൽ ഭാഗ്യം. വൈകുന്നേരമായാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. നടപ്പാതയിലെ കടകൾക്ക് പുറമെ റോഡിൽ ഒരു വരിയിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നവരുടെ വാഹനങ്ങളുടെ പാർക്കിംഗ്. അതുകൂടിയാകുമ്പോൾ തിരക്ക് പൂർണ്ണം. നടപ്പാത കയ്യേറി പ്രവർത്തിക്കുന്ന കടകൾക്ക് കാവലൊരുക്കാനെന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് പോലീസും എത്തും. കവടിയാറിൽ നിന്ന് കുറവൻകോണത്തേക്കുള്ള റോഡിൽ വന്നാൽ അടുത്ത ഫുഡ് ഹബ്ബ് കാണാം. അത് ഫുട്പാത്തിൽ തന്നെ. കുറച്ചുകൂടി ആഡംബരത്തിലുള്ള കയ്യേറ്റം, നടപ്പാത കയ്യേറിയുള്ള കച്ചവടം. ഇവിടെ കാഴ്ചകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. നിർത്തിയിട്ട വാഹനങ്ങളാണ് ഇവിടത്തെ ഫുഡ് സ്ട്രീറ്റിൽ. പക്ഷേ ഫുട്പാത്ത് കയ്യേറ്റത്തിന് കുറവില്ല. ഇസ്താംബുൾ ടർക്കിഷ് വിഭവങ്ങളും റോളുകളുമൊക്കെ യഥേഷ്ടം നടപ്പാത കീഴടക്കുന്നു. വെള്ളയമ്പലത്തും വഴുതക്കാട്ടും ബേക്കറി ജംഗ്ഷനിലും യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലും സർവകലാശാല ആസ്ഥാനത്തിന് സമീപവുമൊക്കെ കാഴ്ചകൾ സമാനം. റോഡിന്റെ 2 വശത്തും ചെറുതും വലുതുമായ കടകൾ. കൂടുതലും നടപ്പാത കയ്യേറി തന്നെ. നടപ്പാത വിട്ട് റോഡിലേക്ക് ഇറക്കിയുള്ള കടകളുമുണ്ട്. നേരത്തെയൊക്കെ ചെറിയ തട്ടുകടകളായിരുന്നുവെങ്കിൽ നഗരത്തിലെ വൻകിട ബാറുകളുടെയും ഹോട്ടലുകളുടെയും സഹോദര സ്ഥാപനങ്ങളും നടപ്പാതകൾ കീഴടക്കുന്നു. മാത്രമല്ല പലയിടത്തും ആധിപത്യം ഇവർക്ക് തന്നെ. അതുകൊണ്ടുകൂടിയാകാം ഈ നിയമലംഘനങ്ങൾക്ക് അധികൃതർ കണ്ണടയ്ക്കുന്നതും. തിരക്കേറിയ റോഡിലെയും ഫുട്പാത്തിലെയും അനധികൃത പാർക്കിംഗ് കൂടിയാകുമ്പോൾ നിയമം പിന്നെയും നോക്കുകുത്തിയാകുന്നു. നടപ്പാതയും റോഡുമൊക്കെ വൻകിട ഹോട്ടൽ ഗ്രൂപ്പുകൾക്ക് വേണ്ടി തീരെഴുതി കൊടുത്തത് കാണണമെങ്കിൽ പാളയത്ത് തന്നെ വരണം. ഒരു പ്രദേശം മുഴുവൻ വർഷങ്ങളോളം അനധികൃത പാർക്കിംഗ് കേന്ദ്രമാക്കി. പിന്നെ സർക്കാർ ചെലവിൽ തന്നെ ഒരു ഫുഡ് സ്ട്രീറ്റ് പണിതു. അവിടെയും കാൽനട യാത്രക്കാർ പാതയ്ക്ക് പുറത്തു തന്നെ. കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി മനുഷ്യാവകാശ കമ്മീഷനും കോടതികളുമൊക്കെ ഇടപെടും. സുപ്രീം കോടതി കർശന നിർദ്ദേശങ്ങൾ നൽകും. പക്ഷേ നിയമം നിർമ്മിക്കുന്നവരും അത് പാലിക്കേണ്ടവരും കണ്ണടച്ചാൽ എന്തു ഫലം? സന്തോഷ് കുമാറിനൊപ്പം VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി യുവമോർച്ച.
മദ്യമാഫിയയ്ക്ക് കേരളത്തെ തീരെഴുതി കൊടുക്കുന്നു എന്നാരോപിച്ച് നിയമസഭയ്ക്ക് മുന്നിൽ മാർച്ച് സംഘടിപ്പിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. പോലീസ് 2 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകരെ പ്രദേശത്ത് നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി. മനു പ്രസാദും വനിതാ പ്രവർത്തകരും ഉൾപ്പെടെ 10ഓളം പേരെയാണ് അറസ്റ്റ് ചെയ്ത് മാറ്റിയത്. നികുതി കുറച്ച് മദ്യം കച്ചവടം ചെയ്യാമെന്ന് വിചാരിച്ചാൽ സഭയ്ക്കുള്ളിലും പ്രതിഷേധം നടത്തുമെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് മനു പ്രസാദ് പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ മദ്യനയം എന്ന് പറഞ്ഞിട്ടൊരു നയം ഇല്ല എന്ന് ആവർത്തിച്ച് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നമ്മുടെ നാട്, ഈ നാട് മദ്യത്തിൽ മുങ്ങി യുവാക്കളും വനിതകളുമെല്ലാം മദ്യത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം സംജാതമാകും എന്നുള്ളതാണ്. കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദേശത്ത് നിന്നും 18 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയ കേസിൽ വിമാനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് എറണാകുളം റൂറൽ SP കെ സുദർശൻ. വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് ആവശ്യമെങ്കിൽ കൈമാറും. പിടിയിലായ അബൂ താഹിറിനെ നിയന്ത്രിക്കുന്നവരിലേക്കും അന്വേഷണം ഉണ്ടാകുമെന്നും SP വ്യക്തമാക്കി. ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പേർ അറസ്റ്റിലായിരുന്നു. അതിനെ തുടർന്നുണ്ടായ പരിശോധനയിൽ പിന്നീട് 4 പേരിലേക്ക് അറസ്റ്റ് നീളുകയും ചെയ്തു. പിന്നീട് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പറയുന്നത് വലിയ രീതിയിൽ തന്നെ യുവാക്കളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നു എന്നതാണ് അവർ പറയുന്നത്. ഇവിടേക്കുള്ള, അതായത് തായ്ലൻഡ്, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലേക്കുള്ള വിമാന ടിക്കറ്റുകളും 50,000 രൂപയുമായിരുന്നു ഒരു തവണ ഇവിടെ നിന്ന് കഞ്ചാവ് ഇവിടേക്ക് എത്തിക്കുമ്പോൾ, കൊച്ചിയിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് നൽകിയിരുന്നത്. ഇങ്ങനെ നിരവധി തവണയായിട്ട് ഇവർ ഈ രീതിയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ സംഘാംഗങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതിൽ പലരും തന്നെ, ഹരികൃഷ്ണൻ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ രീതിയിൽ വിദേശത്ത് നിന്ന് തായ്ലൻഡ്, മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കഞ്ചാവ് ഇവിടെ എത്തിച്ച് വിപണനം ചെയ്യുന്നവരായിട്ട് മാറിയിരുന്നു. ഇവരായിരുന്നു ഈ കൂടുതലായിട്ടും യുവാക്കൾ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നത്. പലരും ഈ വിദേശത്തേക്ക് ഇവരേക്ക് വിനോദസഞ്ചാരികൾ എന്ന രീതിയിലേക്കാണ് ഈ കുട്ടികളെ, ഇവിടെ നിന്നുള്ള യുവാക്കളെ ഇവിടേക്ക് കടത്തിയിരുന്നത്. അവിടെ എത്തി ഏജന്റുമാരെ കണ്ട ശേഷം നേരത്തെ പറഞ്ഞുറപ്പിച്ച രീതിയിൽ ഇവർക്ക് പണം കൈമാറുന്നു. തുടർന്ന് വൻതോതിൽ ഇവിടേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുകയുമായിരുന്നു ഇവർക്ക് ചെയ്തിരുന്നത്. താരതമ്യേന ഇവിടെ നിന്ന് പുറത്ത് കടക്കാനുള്ള രീതികളെല്ലാം തന്നെ ഇവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ചില തവണയെല്ലാം തന്നെ സംഘത്തിലെ ചില ആളുകൾ പിടിയിലായിരുന്നു. പക്ഷേ ഈ സംഘാംഗങ്ങൾ മുഴുവനായിട്ട് പിടിയിലാകുന്നത് ഇതാദ്യമാണ്. ഇന്നിപ്പോൾ SP സുദർശൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഇവരെ ദേശീയ അന്വേഷണ ഏജൻസികൾ വരെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നത് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. പിടിയിലായവർക്ക് വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഈ രീതിയിൽ ഉണ്ട്, വലിയ മാഫിയയുമായ ബന്ധമുണ്ട്. ഇവരിതിലൂടെ സമാഹരിക്കുന്ന പണം ഏതെല്ലാം രീതിയിൽ വിനിയോഗിച്ചു എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ആവശ്യമെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് വിവരങ്ങൾ കൈമാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ അബൂ താഹിർ ഉൾപ്പെടെയുള്ള ആളുകളെ ആവശ്യമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ഈ കേസിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ്. ഏതാണ്ട് 18 കോടിയോളം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് കഴിഞ്ഞ ദിവസങ്ങൾ എറണാകുളം റൂറൽ ലിമിറ്റിൽ പിടികൂടുകയും ചെയ്തത്. ഇതിൽ ദമ്പതികൾ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാകുകയും ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇവരുടെ മറ്റ് സംഘാംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായി. അതിൽ നിന്നാണ് ഇപ്പോൾ ഇവരുടെ കാരിയർമാരായി പ്രവർത്തിച്ചിരുന്ന യുവാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നത്. അവരെ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവരിപ്പോൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ഈ സംഘത്തിൻ്റെ ഭാഗമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് നടന്ന ഈ പരിശോധനയിൽ വലിയ സംഘാംഗങ്ങൾ തന്നെയാണ് പിടിയിലായത്. കൂടുതൽ പേർക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മലപ്പുറം കൊളത്തൂർ പലകപ്പറമ്പിൽ വൻ ലഹരിവേട്ട. 97 ഗ്രാം MDMAയുമായിട്ടാണ് തിരൂർ പൊന്മുണ്ടം സ്വദേശി സക്കീർ ഹുസൈൻ ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ പിടിയിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു പരിശോധന. ഒരു വിദ്യാർത്ഥിയിൽ നിന്നും ലഹരി മരുന്ന് പിടികൂടിയ കേസിൻ്റെ
തുടരന്വേഷണമാണ് സക്കീർ ഹുസൈനിലേക്ക് എത്തിയത്. ഇയാൾ മുമ്പും ലഹരി കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. പത്തനംതിട്ട ചിറ്റാറിലെ സന്ദീപിന്റെ മരണത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. സന്ദീപിന്റെ വനിതാ സുഹൃത്തിന്റെ ബന്ധുക്കളാണ് കസ്റ്റഡിയിലുള്ളത്. ഇന്നലെ വൈകിട്ടാണ് സന്ദീപിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കൊലപാതകമാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കസ്റ്റഡിയിലെടുത്തവരെ ചിറ്റാർ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നലെ രാത്രിയാണ് പത്തനംതിട്ട ചിറ്റാർ സ്വദേശിയായ സന്ദീപിനെ വീടിന് സമീപമുള്ള ആളൊഴിഞ്ഞ വീടിന് സമീപത്തുള്ള ഒരു കുഴിയിൽ അവശനിലയിൽ സന്ദീപിന്റെ പിതാവും സഹോദരനും കണ്ടെത്തുന്നത്. എന്തായാലും അവിടെ നിന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് പിന്നെ സ്ഥലത്തെത്തിയതിനു ശേഷമാണ് സന്ദീപിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും സന്ദീപിന്റെ വയറ്റിലും നെറ്റിലും ഒക്കെ പരിക്കുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും ഇതൊരു കൊലപാതകമാണെന്നാണ് പ്രധാനമായും സന്ദീപിന്റെ കുടുംബം ആരോപിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് സന്ദീപ് ഒരു യുവതിയുമായി, വിവാഹിത യുവതിയുമായി സന്ദീപ് അടുപ്പത്തിലായിരുന്നു. അവരുടെ ആളുകൾ സന്ദീപിനെ കൊലപ്പെടുത്തിയതാകാമെന്നുള്ളൊരു ആരോപണം കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധന, അതായത് CCTV ദൃശ്യങ്ങൾ നടത്തിയ പരിശോധനയിൽ ഈ സന്ദീപിനെ അവശനിലയിൽ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്ത് നിന്നും ചില ബന്ധുക്കൾ, ഈ യുവതിയുടെ ബന്ധുക്കൾ വന്നുപോയതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയെത്തി ചോദ്യം ചെയ്തിരിക്കുകയാണ്. അത് സന്ദീപുമായി അടുപ്പമുള്ള യുവതിയുടെ പിതാവിനെയും 2 സുഹൃത്തുക്കളെയുമാണ് പോലീസ് കസ്റ്റഡി എടുത്തിട്ടുള്ളത്. ഇവർ വന്ന വാഹനത്തിൽ ഒരു നാടൻ തോക്കും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും നായാട്ടുമായി ബന്ധപ്പെട്ടുള്ള സംഘം എന്ന നിലയ്ക്കാണ് ഇവരെ ഇപ്പോൾ പോലീസ് നിലവിൽ കസ്റ്റഡി എടുത്തുള്ളത്. അതേസമയം മർദ്ദനമേറ്റുള്ള പാടുകൾ ഉണ്ട്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ തെളിയിക്കുകയാണെങ്കിൽ കൊലപാതക കുറ്റം കൂടി ചുമത്താനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ അവർ ആംസ് ആക്ട് പ്രകാരമുള്ള ഒരു കേസാണ് ഇപ്പോൾ ചിറ്റാർ പോലീസ് എടുത്തിട്ടുള്ളത്. അതേസമയം ഈ മർദ്ദനത്തിലാണ് സന്ദീപ് മരിച്ചതെന്ന് കണ്ടെത്തിയാൽ അത് കൊലക്കുറ്റത്തിനു കൂടി കേസ് ചാർജ് ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനുള്ള തെളിവുകൾ വേണം. അതായത് പോലീസ് സർജന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ആ പോസ്റ്റ്മോർട്ടത്തിന് വിവരങ്ങൾ ലഭിച്ചതിന് ശേഷമായിരിക്കും ആ കൊലപാതക കുറ്റത്തിലേക്ക് ഈ പ്രതികളെ ചേർക്കുക. എന്തായാലും ഈ യുവതിയുമായി സന്ദീപിന് അടുപ്പമുണ്ട്. അവർ തന്നെയാണ് തങ്ങളുടെ മകനെ കൊലപ്പെടുത്തിയെന്നുള്ളൊരു ആരോപണം തന്നെയാണ് കുടുംബം നിൽക്കുന്നത്. അത് അത്തരത്തിലൊരു മൊഴിയാണ് സന്ദീപിന്റെ പിതാവ് പോലീസ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൊലപാതക കുറ്റം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും അത്തരം ഒരു നടപടിയിലേക്ക് പോലീസ് പോവുക. എന്തായാലും ഇത് കൃത്യമായി 3 പേരെയും കസ്റ്റഡിയെടുത്ത 3 പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇവർ അവിടെ എത്തിയിരുന്നതായുള്ള സൂചനകൾ CCTV ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ തന്നെയായിരിക്കും സന്ദീപിനെ കൊലപ്പെടുത്തിയെന്നുള്ള കാര്യമാണ് കുടുംബം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അതനുസരിച്ചുള്ള ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കുടുംബത്തിൻ്റെ ആവശ്യപ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജിലാണ് സന്ദീപിൻ്റെ മൃതദേഹം കൊണ്ടുപോയിട്ടുള്ളത്. അവിടുത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ഈ കൊലക്കുറ്റത്തിലേക്ക് ഇവരെ പ്രതി ചേർക്കുക. നിലവിലത്തെ സാഹചര്യത്തിൽ നായാട്ട് സംഘമാണ് എന്നുള്ള നിലയ്ക്ക്, അതായത് ആംസ് തോക്ക്, നാടൻ തോക്ക് കൈവശം വെച്ചതിൻ്റെ ഭാഗമായി അത്തരമൊരു ആംസ് ആക്ട് പ്രകാരമാണ് ഇപ്പോൾ പ്രതികളെ പ്രതി ചേർത്തിട്ടുള്ളത്. എന്തായാലും വിശദമായ മൊഴി, വിശദമായ ചോദ്യം ചെയ്യൽ ഇതെല്ലാം നടത്തിയതിനു ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് പോലീസ് എത്തുക. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള സംഭാവനകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്നാരോപിച്ചുള്ള ഹർജികളിൽ അടിയന്തരമായി വാദം കേൾക്കാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. കുറച്ച് ദിവസം കഴിഞ്ഞ് പരിഗണിച്ചതുകൊണ്ട് ആകാശമിടിഞ്ഞു വീഴില്ലെന്നും കോടതി പരാമർശിച്ചു. ജസ്റ്റിസുമാരായ എം സുന്ദരേഷ്, ഗീൽ നാഗു എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യം തള്ളിയത്. പശ്ചിമേഷ്യയിൽ 2 ദിവസം നീണ്ടുനിന്ന സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലികമായ ശമനം. US-ഉം ഇറാനും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയായിട്ടുണ്ട്. നാളെ ദോഹയിൽ തുടർ ചർച്ചകൾ നടക്കും. ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണമാകും പ്രധാനമായും ചർച്ചയാവുക. ചർച്ച പൂർത്തിയാവുന്നതുവരെ കപ്പലുകളെ സ്വതന്ത്രമായി കടത്തിവിടാനും ധാരണയായിട്ടുണ്ട്. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1450 കടന്നു. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. 3150-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. 12721-ലധികം ആളുകൾക്ക് വീട് നഷ്ടമായി. തീരദേശ സംസ്ഥാനമായ ലാഗ്വേറയിലാണ് ഏറ്റവും കൂടുതലധികം നാശനഷ്ടമുണ്ടായത്. ഇവിടെ 189 കെട്ടിടങ്ങൾ പൂർണ്ണമായും 774 കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതാണ് കണക്ക്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തകരുടെ സഹായത്തോടെ തീവ്രമായ ശ്രമങ്ങൾ തുടരുകയാണ്. അമ്പലപ്പുഴയിൽ കക്കൂസ് മാലിന്യം കലർന്ന കൃത്രിമ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടായതായി 6 വയസ്സുകാരൻ്റെ രക്ഷിതാക്കൾ. തോട്ടപ്പള്ളി പുളുന്താഴ സ്വദേശി അഞ്ജലി സുബത്ത് ദമ്പതികളുടെ കുട്ടിയെയാണ് അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏപ്രിൽ 24-നാണ് കുട്ടിയുമായി കൃത്രിമ വെള്ളച്ചാട്ടമായ വണ്ടർ ഫാൾസിൽ എത്തിയത്.
ആലപ്പുഴ ബീച്ചിൽ നടന്ന വണ്ടർഫോൾസുമായി ബന്ധപ്പെട്ട് അവിടെ ഉപയോഗിച്ച ജലം കക്കൂസ് മാലിന്യം അടക്കം കടന്ന് മലിനമാക്കപ്പെട്ടതായിരുന്നുവെന്ന് ആലപ്പുഴയിലെ കായൽ ഗവേഷണ കേന്ദ്രം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഗുരുതരമായ നിയമലംഘനങ്ങൾ CRZ വയലേഷൻ അടക്കം നടന്ന ഒരിടത്താണ് ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോവുകയും പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങളടക്കം അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് തോട്ടപ്പള്ളിയിലാണ്. തോട്ടപ്പള്ളി സ്വദേശിയായ ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞ്, അതായത് 5 വയസ്സുള്ള കുഞ്ഞ് ഇവിടെ പോയതിനു ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. പേരൊന്ന് പറയൂ. സുബിത്ത്, എന്നായിരുന്നു നിങ്ങൾ വണ്ടർഫോൾസിൽ പോയത്? 24 ഏപ്രിൽ 24 എത്ര സമയം അവിടെ ചെലവഴിച്ചു? ഒരു മണിക്കൂറിന് മുകളിൽ അവിടെ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും കുഞ്ഞുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അവൻ ആ വെള്ളത്തിൽ ചെലവഴിച്ചത്? വെള്ളത്തിൽ അവൻ മുങ്ങിക്കളിക്കുകയും ഓടുകയും ചാടുകയും താഴോട്ട് വീടുന്നതിൻ്റെ പറ്റപ്പോയി കുളിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. കുഞ്ഞിന് തലയിലടക്കം മൊത്തം മൂക്കിനുള്ള കുഞ്ഞുങ്ങൾ, എല്ലാ കുഞ്ഞുങ്ങളും മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. എൻ്റെ കുഞ്ഞും അതുപോലെ തന്നെ നല്ല രീതിയിൽ മുങ്ങി കുളിച്ചാണ് കളിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ മെയ് 11 കുഞ്ഞിന് ആരോഗ്യ പ്രശ്നം വന്നു തുടങ്ങി. ആരോഗ്യ പ്രശ്നം വന്നു തുടങ്ങി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടുന്ന് എന്തായിരുന്നു കുട്ടിക്ക് കാണിച്ച ആരോഗ്യ പ്രശ്നം? ആരോഗ്യ പ്രശ്നം, കുഞ്ഞ് നേരെ ഇരിക്കുന്നില്ല, കിടക്കന്നിരുന്നിട്ട് നേരെ ഇരിക്കുന്നില്ല, നിൽക്കുന്നില്ല, നടക്കുന്നില്ല. ആ ഒരു പ്രശ്നങ്ങൾ ആദ്യം കണ്ടു തുടങ്ങി. ശരീരം മൊത്തം വിറവല്. നമ്മൾ ആദ്യം വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ബ്ലഡ് ചെക്കിങ് എല്ലാം കഴിയുമ്പോഴത്തേക്കും ഒരു നോർമലാണെന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. പിന്നെ രാത്രിയായിട്ട് വീണ്ടും കുഞ്ഞ് ഛർദ്ദിക്കലും കാര്യങ്ങളും കാണിച്ചപ്പോഴത്തേക്കും അടുത്തുള്ള കടപ്പുറം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും അവിടെയും കുറച്ച് ടെസ്റ്റിലൊക്കെ നോക്കി, വണ്ടാനത്തെ ടെസ്റ്റൊക്കെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷനും കുറച്ച് മരുന്നുകളും കൊടുത്ത് അവരും വെളുപ്പിനായപ്പോൾ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം രാവിലെ ആയിട്ടും കുഞ്ഞ് അതേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഗിരിജാമോഹൻ ഡോക്ടറെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് രാവിലെ 9 മണിയപ്പോൾ വിലിവേഴ്സിലെ ആലപ്പുഴ തന്നെയുള്ള അവിടെ കൊണ്ട് കാണിച്ചത്. ഗിരിജാമോഹൻ ഡോക്ടർ പറഞ്ഞതും നിങ്ങൾ ഇതിനെ പോലെ പലയിടത്തും യാത്രകൾ പോയിട്ടുണ്ട്, ഇവിടുത്തെ ഈ വാട്ടർ ഫീൽഡ്, ഈ വണ്ടർഫോൾസിൽ കുഞ്ഞുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു ബീച്ചിൽ. ഡോക്ടർ ചോദിച്ചു വണ്ടർഫോൾസിൽ പോയിട്ടുണ്ടോ? ഡോക്ടർ ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു. അവിടെ കുളിക്കാൻ പോയെന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ ഉള്ള പോലെ സത്യം ഉള്ള രീതി ഞങ്ങൾ പറയുകയും ചെയ്തു. അവിടുന്ന് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് നല്ലൊരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാണ് ബിലീവേഴ്സിലോട്ട് ഞങ്ങളെ മാറ്റിയത്. വെള്ളത്തിൽ നിന്നുള്ള അണുബാധയാണെന്ന് ഡോക്ടർ പറഞ്ഞു. വെള്ളത്തിൽ നിന്നുള്ള അണുബാധയാണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത്. അതിനുശേഷം കുഞ്ഞിനെ പിന്നീട് ബിലീവേഴ്സിലേക്ക് കൊണ്ടുപോകുമായിരുന്നു അല്ലേ? അവിടെ ആശുപത്രിയിലെ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിരുന്നു? വളരെ വളരെ മോശമായ ഒരു അവസ്ഥയായിരുന്നു. വളരെ ക്രിട്ടിക്കൽ അവസ്ഥയായിരുന്നു. 5 ദിവസം പറ്റിയുള്ള എൻ്റെ കുഞ്ഞ് ICU. ഞാൻ 5 ദിവസം അതുപോലെ നരവേദന ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. അതായത് 5 ദിവസം കുഞ്ഞിന് സിവിയർ ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ICUലായിരുന്നു. തന്നെ 5-ാം ദിവസമാണ് കുഞ്ഞ് 5-ാം ദിവസം രാവിലെയാണ് കുഞ്ഞൊന്ന് എണീറ്റിരിക്കാൻ തുടങ്ങിയത്. അതുവരെ കുഞ്ഞിന് നടക്കാനും ഇരിക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥ. കുഞ്ഞുങ്ങൾ പിച്ച വെച്ച്, എൻ്റെ കുഞ്ഞ് ആദ്യം നടന്നത് എങ്ങനെയാണോ 5-ാം ദിവസം ഈ അസുഖം വന്നിട്ട് 5-ാം ദിവസം അങ്ങനെയാണ് പിച്ച വെച്ച് നടക്കുന്നതാണ് എൻ്റെ കുഞ്ഞ് നടന്നത്. നടക്കാൻ പോലും വയ്യായിരുന്നു എൻ്റെ കുഞ്ഞ്. ഈ വെള്ളത്തിൽ നിന്നാണ് പ്രശ്നം ഉണ്ടായെന്നുള്ള ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു? ആ ഡോക്ടർ ചോദിക്കുകയും ചെയ്തു, നമ്മളത് കറക്റ്റ് മറുപടി പറയുകയും ചെയ്തു. അതാണ് അവസ്ഥ. അതിനുശേഷം അതായത് സുബിത്ത മത്സ്യത്തൊഴിലാളിയാണ്. നിന്ന നിപ്പിൽ, അതായത് ബിലീവേഴ്സ് ആശുപത്രിയിലേക്ക് ഇവർ പോയതിനു ശേഷം പിന്നീട് 2.5 ലക്ഷം രൂപയോളം ചെലവായല്ലേ? ചെലവായിട്ടുണ്ട്. കുഞ്ഞിനുള്ള മെഡിസിനും കാര്യങ്ങളെല്ലാം. അതായത് പറയുന്നത് കേട്ട് ഞാൻ കുട്ടിയുടെ മുത്തച്ഛനുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ 65,000 രൂപയ്ക്ക് മേലുള്ള ഇഞ്ചക്ഷനാണ് കുട്ടിക്ക് എടുക്കേണ്ടി വന്നത്. ആ ഒരു നേരത്തിന് 65,000 രൂപ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. അത് 3 ഡോസ് മാക്സിമം എടുക്കേണ്ടി വന്നു. പിന്നീട് സുജിത്ത് അറിഞ്ഞിരുന്നോ ഇപ്പൊ നിരവധി പേര് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ഇവിടെ ചെന്നിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന്? നിങ്ങൾക്കും ഇതിനകത്ത് നിയമ നടപടി അന്വേഷണം വേണമെന്ന് ആവശ്യം? തീർച്ചയായിട്ടും നിയമ നടപടി നമുക്ക് തീർച്ചയായിട്ടും വേണം. നമ്മളിത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൂടെ എല്ലാം നമ്മളിത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിന് തീർച്ചയായിട്ടും നടപടി എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത്തരത്തിൽ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ നിങ്ങൾ പോകാൻ നിൽക്കും? കാരണം നിങ്ങളെ കൊണ്ട് ഇപ്പോൾ ഒരു സാധാരണ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബം ഇപ്പോൾ 2.5 ലക്ഷം രൂപ ചെലവാക്കേണ്ട ഒരു സാഹചര്യം വരിക, കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി അങ്ങേയറ്റം മോശമാവുക. ശുചിത്വം നിയമ നടപടികളെ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിയമ നടപടി ആഗ്രഹിക്കുന്നു. ഇതുപോലത്തെ കാര്യങ്ങൾ ഇനി മേലാൽ ഉണ്ടാകില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആലപ്പുഴ നഗരസഭയിലും ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഇത് കാര്യങ്ങൾ നമ്മൾ ജനങ്ങളോട് കൃത്യമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അന്ന് നിങ്ങൾ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ കുട്ടികളുണ്ടായിരുന്നു അവിടെ? തീർച്ചയായിട്ടും ഇഷ്ടം പോലെ, എത്രയോ പിള്ളേർ, എൻ്റെ കുട്ടികളെ എത്രയോ പിള്ളേരുണ്ടായിരുന്നു അവിടെ. അവരെല്ലാ പിള്ളേരും ഇത് തന്നെ വളർത്തുന്നു. മൊത്തം കുളിയുന്ന മുങ്ങി കുളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞിന്റെ വായിലൊക്കെ വെള്ളം പോയിട്ട് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ കുളിച്ചുകൊണ്ടിരുന്നത്. മൂക്ക് മുങ്ങിയാണ് കുളിച്ചിരുന്നത്.
അതാണ് ആ ഡോക്ടറെ വിളിച്ച് ചോദിച്ചത്, വെള്ളത്തിൽ നിങ്ങൾ കുളിക്കാൻ പോയെന്ന് ചോദിച്ചത്, ഇവിടുത്തെ ആലപ്പുഴയിലെ ബീച്ചിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ കുടുംബം കടന്നുപോയത് അതീവ ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ്. അതിനപ്പുറത്തേക്ക് ഒരു 5 വയസ്സുകാരൻ്റെ വലിയ ഗുരുതരമായ അപകടനില തരണം ചെയ്താണ് ഇപ്പോൾ ആ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി മടങ്ങി വന്നിരിക്കുന്നത്. ആരോഗ്യ വകുപ്പും വിവിധ വകുപ്പുകളും ഇത്തരത്തിൽ, അതായത് ഈ ഒരു പ്രദർശനത്തിന് അനുമതി നൽകിയവരുൾപ്പെടെ ഇതിനകത്ത് യാതൊരു അന്വേഷണവും നടത്താതെ ഇപ്പോഴും മൗനം പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആളുകൾ പ്രശ്നങ്ങൾ തങ്ങൾക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് വരുമ്പോഴും ജില്ലാ കളക്ടറടക്കം അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോഴും അതിനകത്ത് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത് വ്യക്തമാക്കുന്നില്ല. വിനോദ നികുതി അടക്കം അടച്ചാണ് നഗരസഭയ്ക്കും പോർട്ടിനും അടക്കം തുക കെട്ടിവെച്ചാണ് ഇങ്ങനെ ഒരു പ്രദർശനം സംഘടിപ്പിച്ചത്. 190 രൂപ നിരക്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സ്ഥലത്ത് വന്നു പോവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളോട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടായ ഒരു കുട്ടിയുടെ കുടുംബമാണ് സംസാരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി പേർ ഈ വിഷയം അവിടെ പോയതിനു ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് അടക്കം ഇതിനകത്ത് അന്വേഷണം നടത്തണം. എന്തായാലും തുടർ വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വിഷയങ്ങളുമായി ന്യൂസ് 18 ഇനിയും മുന്നോട്ട് വരികയും ചെയ്യും. വളരെ ഗൗരവമുള്ള, വളരെ അതീവ ഗുരുതരമായ ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുന്നത്. ഇതിനകത്ത് വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായി ഉണ്ട്. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വള്ളംകളി സീസണിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചമ്പക്കുളം മൂലം വള്ളംകളി ഇന്ന് പമ്പയാറിൽ നടക്കും. 7 ചുണ്ടൽ വള്ളങ്ങൾ ഉൾപ്പെടെ 14 കളിവള്ളങ്ങളാണ് ജലമേളയിൽ പങ്കെടുക്കുക. ടൂറിസം മന്ത്രി PC വിശ്വനാഥാണ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യുന്നത്. അതേസമയം വള്ളംകളിക്ക് പ്രാദേശിക അവധി വേണമെന്ന് നിയമസഭയിൽ ആവശ്യമുന്നയിച്ചിട്ടും നൽകാത്തതിൽ കുട്ടനാട് MLA റെജി ചെറിയാൻ അതൃപ്തി പ്രകടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം MLAയുടെ ആവശ്യത്തോട് നിയമസഭയിൽ മുഖ്യമന്ത്രി വിയോജിപ്പ് പ്രകടിപ്പിച്ചത് വിവാദമായിരുന്നു. വയനാട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി പ്രതിഷേധം. KSRTCയിലെ പ്രിയദർശിനി സൗജന്യ യാത്ര കാരണം നഷ്ടത്തിലാണെന്നും ഉടൻ പരിഹാരമുണ്ടാകണമെന്നും ആവശ്യപ്പെട്ടാണ് ഏകദിന സൂചനാ പണിമുടക്ക്. ദിവസവും 3000 രൂപ വരുമാനത്തിൽ കുറവ് വന്നുവെന്നാണ് ഇവരുടെ ആരോപണം. സ്വകാര്യ ബസ് തൊഴിലാളികൾ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. സമരാനുകൂലികൾ KSRTC ബസ്സിന് നേരെ കൂകി വിളിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിഷേധമുയർന്നു. വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജൂലൈ 1 മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്നാണ് തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. മൂന്നാർ ചിന്നക്കനാലിൽ പതിറ്റാണ്ടുകളായി സ്വകാര്യ കമ്പനിയുടെ കൈവശമിരുന്ന കോടികൾ വിലമതിക്കുന്ന സർക്കാർ ഭൂമി വനം വകുപ്പ് ഏറ്റെടുത്തു. അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതും വന്യമൃഗങ്ങളുടെ പ്രധാന ആവാസ കേന്ദ്രവുമായ 42.72 ഹെക്ടർ ഭൂമിയാണ് ഹൈക്കോടതി വിധി വന്ന് 39 വർഷങ്ങൾക്ക് ശേഷം വനം വകുപ്പ് ഔദ്യോഗികമായി ഏറ്റെടുത്തത്. ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മാസങ്ങളോളം നടത്തിയ രഹസ്യ നീക്കങ്ങൾക്കും സർവേ നടപടികൾക്കും ഒടുവിലാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും ഭൂമി തിരിച്ചുപിടിച്ചത്. വനം വകുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിക്കവറികളിലൊന്നാണ് മൂന്നാർ ചിന്നക്കനാലിൽ പൂർത്തിയായിരിക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഭൂമിയാണ് വനം വകുപ്പ് സ്വകാര്യ കമ്പനിയിൽ നിന്ന് തിരിച്ചുപിടിച്ചിരിക്കുന്നത്. 1971 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് ആക്ട് പ്രകാരം 1975 HML കമ്പനിയിൽ നിന്ന് വനം വകുപ്പ് ഏറ്റെടുത്ത 210.89 ഹെക്ടർ ഭൂമിയെ ചൊല്ലിയായിരുന്നു തർക്കം. 1987 ഹൈക്കോടതി അന്തിമവിധി പുറപ്പെടുവിപ്പിച്ചു. 168.72 ഹെക്ടർ കമ്പനിക്ക് തിരികെ നൽകാനും അവശേഷിക്കുന്ന 42.72 ഹെക്ടർ സർക്കാർ ഏറ്റെടുക്കാനും കോടതി അനുമതി നൽകി. വിധി വന്നിട്ടും 2001 ഈ ഭൂമി റിസർവ് വനമായി വിജ്ഞാപനം ചെയ്തിട്ടും ഉദ്യോഗസ്ഥ തലത്തിലെ അനാസ്ഥ കാരണം ഭൂമി കൈമാറാൻ കമ്പനി തയ്യാറായില്ല. കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ പ്രധാന ആവാസ കേന്ദ്രമായ ഈ ഭൂമിയിലാണ് കുളുക്കുമലയ്ക്ക് സമീപം കമ്പനി ഭൂമി പാട്ടത്തിന് നൽകി നടത്തിവരുന്നത്. പ്രകൃതിയെ ചൂഷണം ചെയ്ത കമ്പനി ഇവിടെ കോടികളാണ് കൊയ്തത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മാസങ്ങൾ നീണ്ട കഠിനമായ രഹസ്യ സർവേക്കൊടുവിലാണ് സർവേ നമ്പറുകളായ 385-479, 383-482, 361 എന്നിവയിൽ ഉൾപ്പെട്ട ഈ ഭൂമി കമ്പനിയുടെ പട്ടയത്തിൽ നിന്ന് പൂർണ്ണമായി കുറവ് ചെയ്ത് വനം വകുപ്പിന്റെ അധീനതയിലാക്കിയത്. മൂന്നാർ ഡിവിഷനിലെ ദേവികുളം റേഞ്ച് ചിന്നക്കനാൽ സെക്ഷൻ അധികാര പരിധിയിലാണ് ഈ സ്ഥലം വരുന്നത്. 1971 കേരള ഗവൺമെൻറ്റിൻ്റെ കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റഡ്
ടെസ്റ്റഡ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് ഈ സ്ഥലം 1975 സർക്കാർ ഏറ്റെടുക്കുന്നത്. 1975 തന്നെ ഹാഡിസൺ മലയാളം ലിമിറ്റഡ് കമ്പനി ഇതിനെതിരെ കേസിന് പോവുകയും 1987 ഹൈക്കോടതി 168 ഹെക്ടർ സ്ഥലം ഹാഡിസൺ മലയാളം കമ്പനിക്കും 42 ഹെക്ടർ സ്ഥലം വനം വകുപ്പിനും ഏറ്റെടുക്കണം എന്ന് അന്തിമ വിധി പറയുകയും ചെയ്തു. ഈ വിധിയുടെ അടിസ്ഥാനത്തിലുള്ള 40 ഹെക്ടർ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഭൂമിയിൽ വനം വകുപ്പിന്റെ ജണ്ടകളും ബോർഡുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. മന്ത്രിമാരും MLA-മാരും പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപവുമായി മുസ്ലിം യൂത്ത് ലീഗ്. കഴിഞ്ഞ ദിവസം ചേർന്ന യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിലാണ് ഈ നിശിതമായ വിമർശനമുയർന്നത്. മന്ത്രിമാർ പാർട്ടി നേതൃത്വത്തെ അനുസരിക്കുന്നില്ല. പേഴ്സണൽ സ്റ്റാഫ് നിയമനം അടക്കമുള്ള ഘട്ടങ്ങളിൽ യൂത്ത് ലീഗിനെ പരിഗണിച്ചിട്ടില്ല. PM ശ്രീ വിഷയത്തിലെ ആശങ്ക എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിൽ അഭിപ്രായമുയർന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രവർത്തക സമിതി യോഗം മലപ്പുറത്ത് ചേർന്നത്. വലിയ വിമർശനമാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ഈ ഒരു യോഗത്തിൽ ഉയർന്നത്. മുസ്ലിം ലീഗ് മന്ത്രിമാർക്കെതിരെയും വലിയ വിമർശനം ഉയർന്നു. പ്രധാനമായിട്ടും ഉയർന്ന ആക്ഷേപം പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ യൂത്ത് ലീഗിനെ പരിഗണിച്ചില്ല കാര്യമായിട്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് സമരങ്ങൾ ചെയ്തും പാർട്ടിക്ക് വേണ്ടി മർദ്ദനം ഏറ്റവരൊക്കെ ഈ ഒരു പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിന് അപേക്ഷ നൽകിയിരുന്നു. അവരെ പാർട്ടി നേതൃത്വം റെക്കമെൻഡും ചെയ്തതാണ്. പക്ഷേ അവർക്കൊന്നും നിയമനം ലഭിച്ചില്ല എന്നുള്ളത് വലിയ പ്രതിഷേധമാണ് യൂത്ത് ലീഗിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മന്ത്രിമാർ ഉപജാപക സംഘത്തിന്റെ പിടിയിലായി എന്നുള്ള നിശ്ചിതമായ ഒരു വിമർശനം തന്നെയാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്തവരെയും മർദ്ദനമേറ്റവരെയും തഴഞ്ഞു പരിഗണിച്ചില്ല എന്ന ആക്ഷേപമാണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് മന്ത്രിമാർ മുന്നോട്ട് പോകുന്നുവെന്ന കടുത്ത വിമർശനവും അവർ ഉന്നയിക്കുന്നുണ്ട്. KM ഷാജിയൊക്കെ മുൻപ് പറഞ്ഞതിൽ നിന്നും ഏറെ മാറിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. ലീഗ് MLA-മാരും യൂത്ത് ലീഗിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ആക്ഷേപവുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ യോഗത്തിൽ ചർച്ച ചെയ്തത്. കോൺഗ്രസ് MLA-മാർ അവരുടെ യുവ നേതാക്കൾക്ക് നൽകുന്ന പരിഗണനയൊന്നും ലീഗ് MLA-മാർ യൂത്ത് ലീഗിന് നൽകുന്നില്ല എന്ന ആക്ഷേപമാണ് പ്രധാനമായിട്ടും ഉയർന്നിട്ടുള്ളത്. ഇതിൽ മറ്റൊരു സംഭവവികാസമായി പറയുന്നത് PM ശ്രീയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. നേരത്തെ തന്നെ യൂത്ത് ലീഗ് ഉപസമിതിക്ക് കത്തയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ഒരു ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട്. അത് ഇത്രകാലം സമരം ചെയ്തതിന് എതിരായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നീങ്ങുന്നതിന്റെ ആശങ്കയും ഈ യോഗത്തിൽ ചർച്ചയായി. എന്നാണെങ്കിലും യൂത്ത് ലീഗിന് നമുക്കറിയാം എല്ലായ്പ്പോഴും മുസ്ലിം ലീഗിന്റെ മുമ്പിൽ ഒരുപാട് ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അത് സ്ഥാനാർത്ഥി സമയത്താണെങ്കിലും അല്ലാതെയുള്ള സമയത്താണെങ്കിലും പലതും പരിഗണിക്കാമെന്ന് ഉറപ്പുകൊടുത്ത് അവരെ മാറ്റുന്ന ആശ്വസിപ്പിക്കുന്ന പതിവാണ് നേതൃത്വത്തിനുള്ളത്. പക്ഷേ ഇപ്പോൾ ഭരണത്തിലേറിയിട്ടും യൂത്ത് ലീഗിനെ അവഗണിക്കുന്ന തരത്തിലാണ് മന്ത്രിമാരുടെയും നേതൃത്വത്തിന്റെയും നിലപാട് പ്രവർത്തനം എന്ന തരത്തിൽ തന്നെയാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തക സമിതി യോഗത്തിലെ പ്രധാനമായിട്ടും ഉയർന്ന വിമർശനമുള്ളത്. ഇത് സംബന്ധിച്ച പരസ്യ പ്രസ്താവനകൾക്കൊന്നും നേതാക്കൾ തയ്യാറായിട്ടില്ലെങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ ലീഗിനുള്ളിൽ ഇത് ഒരു അമർഷം പുകയുന്ന സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. മലപ്പുറത്തും CV അനുമോദ്, ന്യൂസ് 18. മമ്മൂട്ടി പങ്കാളിയായ സാമൂഹിക സംരംഭത്തിന്റെ വീഡിയോ ലോഞ്ച് ശ്രദ്ധേയമായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ടോക്ക് ടു മമ്മുക്ക വിത്ത് ഓപ്പറേഷൻസ് തൂഫാൻ എന്ന വീഡിയോയുടെ ലോഞ്ച് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് വീഡിയോ ഔപചാരികമായി പുറത്തിറക്കിയത്. മമ്മൂട്ടി കെയർ ആൻഡ് ഷെയറും S2 മീഡിയ പ്രൊഡക്ഷൻസിനും ചേർന്നാണ് വീഡിയോ ഒരുക്കിയത്. വിജിലൻസ് DYSP രാജ്കുമാർ കഥയെഴുതിയ ഹ്രസ്വചിത്രം ശ്യാം മംഗലത്താണ് സംവിധാനം ചെയ്തത്. പ്രേം പൊന്നപ്പൻ്റെതാണ് ദൃശ്യങ്ങൾ. എന്റെ പൊന്നളിയ 12 മണി തൊട്ട് കാഷ്വാലിറ്റിയാ, വേറെ പണി ഉണ്ടാക്കരുത്. ലോകമെങ്ങും ഫുട്ബോൾ ആവേശം. ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ആദ്യമായി കാനഡ പ്രീ ക്വാർട്ടറിൽ പൊരുതിക്കളിച്ച ദക്ഷിണാഫ്രിക്കയെ ഇഞ്ചുറി ടൈമിൽ ഒറ്റ ഗോളിനാണ് കാനഡ മറികടന്നത്. ഗോൾ രഹിതമായതിനാൽ എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു എന്ന് തോന്നിയ ഘട്ടത്തിലാണ് സ്റ്റെഫൻ
യുസ്താഖിനോ ആണ് കാനഡയുടെ ചരിത്ര ഗോൾ നേടിയത്. ദക്ഷിണാഫ്രിക്കയുടെ പ്രതിരോധത്തിലെ പിഴവിലാണ് സ്റ്റെഫൻ പന്ത് നേടിയെടുത്തത്. പെനൽറ്റി ഏരിയയ്ക്ക് പുറത്തുനിന്ന് സ്റ്റെഫൻ എടുത്ത മനോഹര ഷോട്ട് ഗോൾ കീപ്പറെ മറികടന്ന് വലയിലെത്തി. നെതർലാൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളെയാണ് കാനഡ അടുത്ത റൗണ്ടിൽ നേരിടേണ്ടത്. ജർമ്മനി, നെതർലൻഡ്സ് ടീമുകളും ഇന്ന് നോക്കൌട്ട് പോരിനിറങ്ങും. മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിക്ക് പരാഗ്വെയാണ് എതിരാളി. 2002 ലോകകപ്പിലെ പ്രീ ക്വാർട്ടറിലാണ് ലോകകപ്പ് വേദിയിൽ ഇരു ടീമും ഏറ്റുമുട്ടിയിട്ടുള്ളത്. അന്ന് മറുപടിയില്ലാത്ത ഒരു ഗോളിന് ജർമ്മനി വിജയിച്ചു. ഫോക്സ് ബോറോയിൽ ഇന്ത്യൻ സമയം രാത്രി 2 മണിക്കാണ് മത്സരം. രാവിലെ 6:30 നടക്കുന്ന ആവേശപ്പോരിൽ നെതർലാൻഡ്സ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. പരസ്പരം ഏറ്റുമുട്ടിയ 3 മത്സരങ്ങളിൽ 2 തവണയും ഡച്ച് ടീം ജയിച്ചപ്പോൾ 1 തവണയാണ് മൊറോക്ക വിജയിച്ചത്. മെക്സിക്കോയിലെ മോണ്ടോറോയിലാണ് മത്സരം നടക്കുക. ലോകകപ്പിലെ നോക്കൌട്ടിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പരസ്പരം ഏറ്റുമുട്ടിയ 7 മത്സരങ്ങളിൽ 6ഉം ജയിച്ചത് ബ്രസീലിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അവസാന മത്സരത്തിൽ ജയിച്ചതിൻ്റെ ബലത്തിലാണ് ജപ്പാൻ ഇറങ്ങുന്നത്. രാത്രി 10:30 ഹൂസ്റ്റണിലാണ് മത്സരം നടക്കുക. 5 തവണ ലോക കിരീടം ചൂടിയ ബ്രസീൽ തങ്ങളുടെ 6ാം കിരീടം എന്ന ലക്ഷ്യത്തിലേക്കാണ് ചുവടുവെക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്താണ് കാനറിപ്പട നോക്കൌട്ട് സ്റ്റേജിലേക്ക് യോഗ്യത നേടിയത്. ബ്രസീലിന്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ അറ്റാക്കിംഗ് നിരയാണ്. മധ്യത്തിൽ നിന്നുള്ള കൃത്യമായ പാസുകളും വിങ്ങർമാരുടെ മുന്നേറ്റങ്ങളും ഏത് പ്രതിരോധ നിരയെയും തകർക്കാൻ പോകുന്നതാണ്. അതോടൊപ്പം പരിചയസമ്പന്നരായ പ്രതിരോധ താരങ്ങളും ടീമിന് ആത്മവിശ്വാസം നൽകുന്നു. എന്നാൽ പലപ്പോഴും എതിരാളികളുടെ കൗണ്ടർ അറ്റാക്കുകളിൽ ബ്രസീലിയൻ പ്രതിരോധം പതറുന്നതായി കാണാം. ആക്രമണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ ഡിഫൻസിൽ വരുന്ന വിടവുകൾ ബ്രസീലിന് വിനയായേക്കാം. മറുവശത്ത് ഏഷ്യൻ ഫുട്ബോളിന്റെ വൻമതിലായ നീല സാമുറായികൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവരാണ്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ 2 ടീമും ഏറ്റുമുട്ടിയ 7 മത്സരങ്ങളിൽ 6ലും വിജയം ബ്രസീലിനൊപ്പമായിരുന്നു. എന്നാൽ ചരിത്രമല്ല, ഇപ്പോഴത്തെ ഫോമാണ് തങ്ങളെ നയിക്കുന്നതെന്ന് ജപ്പാൻ വിശ്വസിക്കുന്നു. കൃത്യമായ അച്ചടക്കവും ഒട്ടും വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവുമാണ് ജപ്പാന്റെ മുഖമുദ്ര. വിങ്ങുകളിലൂടെയുള്ള അതിവേഗ കൗണ്ടർ അറ്റാക്കുകളാണ് പ്രധാന ആയുധം. മുഴുവൻ സമയവും ഊർജ്ജത്തോടെ കളിക്കാനുള്ള താരങ്ങളുടെ കായികക്ഷമതയും എടുത്തു പറയണം. 2 ടീമും പരസ്പരം ഏറ്റുമുട്ടിയ അവസാന മത്സരത്തിൽ ബ്രസീലിനെ അട്ടിമറിച്ച് വിജയം നേടിയത് ജപ്പാനായിരുന്നു. ആ ഒരു വിജയം നൽകുന്ന മാനസിക മേധാവിത്വം ജപ്പാന് തുണയാകുമോ എന്ന് കാത്തിരിക്കാം. സൂപ്പർ താരം നെയ്മർ ഇന്ന് കളത്തിൽ കൂടുതൽ സമയം ഉണ്ടാകുമെന്നാണ് ബ്രസീലിയൻ കോച്ചിന്റെ പ്രഖ്യാപനം. It was a good experience for us to know that Japan is a really competitive team. They are one of the best team in the world. They are number 17 in the ranking. They beat England in March, so we have completely, totally, full respect of them, and we prepare a game like a final because it is a final. തീപാർന്നൊരു പോരാട്ടത്തിന് വേദിയാവാൻ പോവുകയാണ് ലോകകപ്പ്. സാമ്പാ നൃത്തച്ചുവടുകളുമായി ബ്രസീൽ മുന്നേറുമോ അതോ നീല സാമുറായികൾ കാനറികളെ വീഴ്ത്തുമോ എന്ന് കാത്തിരുന്നു കാണാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഇനി സ്വർണ്ണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,110, പവന് 1,04,880. 18 ക്യാരറ്റ് ഗ്രാമിന് 10,830, പവന് 86,640. വെള്ളി ഗ്രാമിന് 240 രൂപയാണ്, കിലോഗ്രാമിന് 2,40,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പൂർണ്ണമാകുന്നു പകൽ വാർത്ത. ഇനി സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.